Dear students, now we wish to discuss bridge engineering. ഇത് നാലാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞില്ല. രണ്ട് ടോപ്പിക്കും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനൊരു 2-3 പേജ് വിട്ടിട്ട് ഈ നാലാമത്തെ മൊഡ്യൂൾ എഴുതി തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞുതരാം. മൂന്നാമത്തെ മൊഡ്യൂൾ 2-3 ടോപ്പിക് കൂടിയും വിട്ടിട്ടുണ്ട്. അത് എഴുതാനും വേണ്ടി 2-3 പേജ് വിട്ടിട്ട് ഇത് എഴുതി തുടങ്ങുക. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഓക്കെ, വളരെയധികം ആപ്ലിക്കേഷനും കുറേയധികം ജോലി സാധ്യതകളും തരുന്ന നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബ്രാഞ്ചാണ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വരുന്നതാണെങ്കിലും വളരെയധികം റെയിൽവേ ബ്രിഡ്ജസ്, റെയിൽ ROB ഓവർ ബ്രിഡ്ജസ്, അതുപോലെ സി ബ്രിഡ്ജസ്, അതുപോലെ നമ്മളെ ഹൈവേയിലുള്ള ബ്രിഡ്ജസ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇതിൽ വരുന്ന തന്നെയാണ് നമ്മുടെ ഇതുണ്ടല്ലോ സസ്പെൻഷൻ ബ്രിഡ്ജസ്, അങ്ങനെ ഡിഫറെൻറ്റ് ബ്രിഡ്ജസ് ഉണ്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മുമ്പത്തെ റെയിൽവേ എഞ്ചിനീയറിങ്ങിന് മുമ്പത്തെ ടോപ്പിക്കിനെ പോലെ അത്ര ബോറിംഗ് അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. വളരെയധികം ആപ്ലിക്കേഷനുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. നമ്മുടെ പഠിച്ചിട്ട് വേസ്റ്റ് ആയി പോണ ഇതല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. ആദ്യം ബ്രിഡ്ജ് എന്താണെന്ന് പറയാം. ബ്രിഡ്ജ് ഈസ് എ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ വിച്ച് അലോസ് പാസേജ് ടു ക്രോസ് ഓവർ ഓപ്പണിംഗ് സച്ച് ആസ് സ്ട്രീംസ്. അല്ലേ, ബ്രിഡ്ജ് ഒരു സ്ട്രക്ചറാണ് വിച്ച് അലോസ് പാസേജ് അലോ ചെയ്യും. ക്രോസ് ഓവർ ഓപ്പണിംഗ് സച്ച് ആസ് സ്ട്രീംസ്, റിവർ, വാലി, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉള്ള ഒരു ക്രോസ് ഓവർ ഓപ്പണിംഗ് പാസേജ് അത് പ്രൊവൈഡ് ചെയ്യും. ഓർ ലോ ഗ്രൗണ്ട്. ദ പാസേജ് മേ ബി ഫോർ റോഡ്, റെയിൽവേ ഓർ കനാൽ ഓർ ഫോർ പെഡസ്ട്രിയൻസ്. വഴിയാത്രക്കാർക്കോ റെയിൽവേൻ്റെ ഓവറായിട്ടോ അല്ലെങ്കിൽ റോഡിന് ഓവറായിട്ടൊക്കെ ആയിരിക്കും ബ്രിഡ്ജ് ഉണ്ടാവുക, അല്ലെങ്കിൽ കനാലിന് ഓവറായിട്ട്. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് ദി ഡിസൈൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബ്രിഡ്ജസ്. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വെറും ബ്രിഡ്ജിൻ്റെ ഡിസൈൻ മാത്രമല്ല, അതിൻ്റെ കൺസ്ട്രക്ഷനും പെടും, അതിൻ്റെ മെയിൻ്റനൻസും പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് ഏകദേശം സെയിം മീനിങ് വരുന്ന ഒരു ഇതാണ് ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട്. എന്താ നമുക്ക് നോക്കാം ഇങ്ങനെ ഡിഫറൻസ് വരുന്നത്. ബ്രിഡ്ജ് ഈസ് എ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ വിച്ച് അലോസ് പാസേജ് ക്രോസ് ഓവർ ഓപ്പണിങ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്രോസ് ഓവർ ഓപ്പണിങ്സിലൂടെ പാസേജ് അലോ ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. ഓക്കെ, സ്ട്രീംസ്, റിവർ, വാലി ഓർ ലോ ഗ്രൗണ്ട്. കൾവേഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജ് തന്നെയാണ് കൾവേർട്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ക്വാണ്ടിറ്റി സർവേ 2 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ് കൾവേർട്ട്. ബ്രിഡ്ജ് ഗ്രോസ് ലെങ്ത് ബിറ്റ്വീൻ ഫേസസ് ഓഫ് അബട്ട്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 6. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ബിറ്റ്വീൻ ഫേസസ് ഓഫ് അബട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്താണ്. അതിൻ്റെ ഇടയിലുള്ള ലെങ്ത് ഗ്രേറ്റർ ദാൻ 6 ആണ്. അതിനെക്കാട്ടി കുറവാണെങ്കിൽ അത് കൾവേർട്ടാണ്. കൾവേർട്ട് ഗ്രോസ് ലെങ്ത് ബിറ്റ്വീൻ ഫേസസ് ഓഫ് അബട്ട്മെൻറ്റ് ഈസ് ലെസ് ദാൻ 6 മീറ്റർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മീറ്റർ ആണെങ്കിൽ അത് കൾവേർട്ടാണ്. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൾവേർട്ടും നമ്മൾ 2 മാർക്കിന് 1 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കൾവേർട്ടും ബ്രിഡ്ജും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്. ലെസ് ദാൻ 6 മീറ്റർ ഓർ ഈക്വൽ 6 മീറ്റർ ആണെങ്കിൽ കൾവേർട്ടാണ്. ഗ്രേറ്റർ ദാൻ 6 മീറ്റർ ആണെങ്കിൽ അത് ബ്രിഡ്ജാണ്. ഇതാണ് ബ്രിഡ്ജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മുകളിൽ കാണുന്നതാണ് സൂപ്പർ സ്ട്രക്ചർ, പയർ, അബട്ട്മെൻറ്റ് പറഞ്ഞാൽ ഈ തറ്റത്തുള്ള സംഭവം. ഇത് രണ്ടും അബട്ട്മെൻറ്റ്. ഇത് പയർ പറഞ്ഞാൽ നമ്മളെ തൂണ് മീൻസ് കോളം എന്നൊക്കെ പറയില്ല നമ്മളത്, പില്ലർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പയർ. പിന്നെ ഇത് സൂപ്പർ സ്ട്രക്ചർ, അതിൻ്റെ ഈ ബ്രിഡ്ജ് സ്ലാബ് ഉണ്ടാവില്ല, അതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇത് സൂപ്പർ സ്ട്രക്ചർ, ഇത് പയർ, ഇത് വിങ് വാൾ. ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തപ്പോൾ പഠിച്ചതാണ് ക്വാണ്ടിറ്റി സർവേ 2. അബട്ട്മെൻറ്റ് വിങ് വാൾ പറഞ്ഞാൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ, വെള്ളം ഇങ്ങനെ കയറാൻ. ഇപ്പോൾ ഇവിടെയാണ് ഈ വെള്ളം ഇങ്ങനെ വിങ് വാൾ ഉണ്ടല്ലോ, വെള്ളം ഇങ്ങനെ കയറി വരാൻ നല്ല രീതിയിൽ. ഇത് അപ്രോച്ച് റോഡ്. ഓക്കെ, ഇത് അപ്രോച്ച് റോഡ്, ഇത് വിങ് വാൾ, ഇത് പയർ, ഇത് അബട്ട്മെൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഫിഗർ ആണെങ്കിൽ ഇത് അബട്ട്മെൻറ്റ്, പയർ,
എന്നൊക്കെ പറയാം. ഇത് ഇത് ക്രോസ് സെക്ഷനാണ്. ഇനി അടുത്തത് നമ്മൾ മുമ്പ് പഠിച്ച പോലെയുള്ള ഇത് ഇതാണ് ഇത് ഒരു സെക്ഷനാണ് കൾവർട്ട്, പൈപ്പ് കൾവർട്ടിൻ്റെ. ഇത് റോഡ് ലെവല്, ഇതിൻ്റെ വിങ് വാളിലേക്ക് കയറിപ്പോയുള്ള ഇത് അതിൻ്റെ സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് പൈപ്പ്, വെള്ളം പോലുള്ള ഇത് ബേസ് കോൺക്രീറ്റ്, ഇത് പാരപ്പറ്റ്, ആൾക്കാർ താഴെ പോകാനും വേണ്ടി. അത് നമ്മളെ ബ്രിഡ്ജിനും ഉണ്ടാവും. ഇത് റോഡ് ലെവലാണ് അല്ലേ. ഇത് ബോക്സ് കൾവർട്ട് തന്നെ, വാട്ടർ ഇതിൽ കൂടെ ബോക്സ് ആയിട്ട് വെള്ളം പോകും, മറ്റേ പൈപ്പിലൂടെ പോകും. അതുകൊണ്ട് പൈപ്പ് കൾവർട്ട് എന്നും പറയും. നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ക്വാണ്ടിറ്റി സർവേ 2 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇത് കോൺക്രീറ്റ് ആണ്, ഈ കാണുന്ന ഈ എങ്ങനെ കോൺക്രീറ്റ് ആണെന്ന് മനസ്സിലായത് കണ്ടോ, ഇങ്ങനത്തെ കല്ല്, അതുകൊണ്ടാണ് കോൺക്രീറ്റ് ആണെന്ന് മനസ്സിലായത്. ഇത് സോയിലാണ്, ഇതിനിടയിലൂടെ ഒരു ബോക്സ് കൾവേർട്ട് ഉണ്ടാക്കി വെച്ചാണ്. ബോക്സ് കൾവേർട്ട് എന്ന് പറഞ്ഞാലും ബ്രിഡ്ജ് തന്നെയാണ്, പക്ഷേ <6 മീറ്റർ ആയിരിക്കും എൻ്റെ സ്പാന്. ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, വളരെയധികം ആപ്ലിക്കേഷനുള്ള, ശ്രദ്ധിച്ചിരിക്കുക. സ്കൗറിങ് ആൻഡ് സ്കൗർ ഡെപ്ത് എന്ന് പറഞ്ഞ ഒരു ടേം വരുന്നുണ്ട് ഇതിന്. അത് നമ്മളെന്താണെന്ന് നോക്കാം. സ്കൗറിങ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എറോഷൻ ഓഫ് എ റിവർ ബെഡ് ഓർ റിവർ ബാങ്ക്സ് ബൈ ഫ്ലോയിങ് വാട്ടർ, നോട്ട് ഫോളോയിങ് വാട്ടർ, ബൈ ഫ്ലോയിങ് വാട്ടർ. ഈ ഡിഫൈൻഡ് ആസ് ദി എറോഷൻ, തേയ്മാനം വരുമല്ലേ, ഓഫ് എ റിവർ ബെഡിനുണ്ടാകുന്ന തേയ്മാനാണ്. ഓർ റിവേഴ്സ് ബാങ്ക്സ്, റിവറിൻ്റെ തീരത്തിനുണ്ടാകുന്ന തേയ്മാനാണ്. ബൈ ഫ്ലോയിങ് വാട്ടർ ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ടുണ്ടാകുന്ന തേയ്മാനാണ്. സ്കൗർ ഒക്കേഴ്സ് വെൻ ദി bed velocity of the stream exceeds certain value which depends on the bed of the soil. ആ സോയിലിൻ്റെ ബെഡിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വെലോസിറ്റിയിൽ വാട്ടർ സ്ട്രീംസ് ഒഴുകി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിക്കാണ്, ഒരു എറോഷനാണ് ഈ സ്കൗർ എന്ന് പറഞ്ഞാൽ. സ്കൗർ ഒക്കേഴ്സ് വെൻ ദി ബെഡ് വെലോസിറ്റി ഓഫ് ദി സ്ട്രീം എക്സീഡ്സ് സെർട്ടൻ വാല്യൂ. നല്ല സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് ഡിപ്പെൻസ് ഓൺ ദി ബെഡ് ഓഫ് ദി സോയിൽ. സ്കൗർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, it can be defined as a process due to which the particles of the soil or rock around the periphery of the abutment or pier of the highway bridge spanning over a water body gets eroded and removed over a certain depth called scour depth. മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ, it can be defined as a process due to which പാർട്ടിക്കിൾസ് ഓഫ് ദി സോയിൽ ഓർ റോക്ക് അറൗണ്ട് ദി പെരിഫറി ഓഫ് ദി, അതിൻ്റെ ചുറ്റുപാടുണ്ടാവില്ല നമ്മൾ ഈ അബട്ട്മെൻറ്റിൻ്റെയും അതുപോലെ ഈ ബ്രിഡ്ജിൻ്റെ തൂണിൻ്റെയൊക്കെ ചുറ്റുപാടും കുറേ കല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓഫ് ദി ഹൈവേ ബ്രിഡ്ജ് സ്പാനിങ് ഓവർ എ വാട്ടർ ബോഡി ഗെറ്റ്സ് എറോഡഡ്. അത് തേയ്മാനം സംഭവിക്കും. ആൻഡ് റിമൂവ്ഡ്, അങ്ങനെ തേയ്മാനം സംഭവിച്ച് അത് ഇല്ലാണ്ട് കുറഞ്ഞ് വരും. ഓരോ സെർട്ടൈൻ ഡെപ്ത്, കുറച്ച് ആയത്തിലേക്ക് അത് കുറഞ്ഞ് വരും. നിങ്ങൾ ട്രെയിനൊക്കെ പോകുമ്പോൾ ആ നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കയറൂലേ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറുന്ന അവിടെ ഭാരതപ്പുഴയിൽ വെള്ളം വറ്റലുണ്ട്. അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്ല് കൊടുന്ന് വെച്ചിങ്ങനെ ഇങ്ങനെ ഒഴുകിപ്പോയി കോൺക്രീറ്റൊക്കെ സ്കൗറിങ് സംഭവിച്ച് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ കാണാൻ പറ്റും. റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ട്രെയിൻ പോകുമ്പോൾ ഒക്കെ അപ്പുറത്തെ ബ്രിഡ്ജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒഴുക്കൊണ്ടേ ഗെറ്റ്സ് ഇറോഡഡ്, തേയ്മാനം സംഭവിക്കും. ആൻഡ് റിമൂവ്ഡ് ഓവർ എ ഡെപ്ത് ആൻഡ് കാൾഡ് സ്കൗർ ഡെപ്ത്. ആ അത്രയും ഡെപ്ത്, കുറച്ച് ഡെപ്തിലേക്ക് അത് കുഞ്ഞു പോയിക്കൊണ്ടാവും. അതാണ് സ്കൗർ ഡെപ്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്, നേരത്തെ കാണിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാർട്സ് ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇത് അബട്ട്മെൻറ്റ്, ഈ തറ്റത്തുള്ളതാണ് അബട്ട്മെൻറ്റ്, ഇത് പയർ, ഇത് സൂപ്പർ സ്ട്രക്ചർ ഉണ്ടോ. ഇത് അബട്ട്മെൻറ്റ്, ഇത് പയർ, ഇത് സൂപ്പർ സ്ട്രക്ചർ. പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളം, പില്ലർ എന്നൊക്കെ പറയുന്ന മീനിങ് ആണ്. പയറിൻ്റെ മുകളിൽ പയർ ക്യാപ്പ് ഉണ്ടാവും. ഈ പയറിൻ്റെ താഴെ എവിടെ ഈ കാണുന്നത്, ഇത് ചില ബ്രിഡ്ജിനൊക്കെ ഇതുണ്ടാവും, പൈലിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതൊന്നും ഇനി പറയുന്നില്ല. പക്ഷേ ഇത് വിങ് വാളാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ അപ്രോച്ച് റോഡ്, ഇത് അപ്രോച്ച് റോഡ് അല്ലേ, സൂപ്പർ സ്ട്രക്ചർ, പയർ, അബട്ട്മെൻറ്റ്, ഫൗണ്ടേഷൻ അല്ലേ. ഈ തറ്റത്തുള്ളതിന് അബട്ട്മെൻറ്റ് എന്ന് പറയും. സെൻറ്ററിൽ ഇൻബിറ്റ്വീനായി വരുന്നതിന് പയർ എന്നും പറയും. ഇപ്പോൾ നമ്മൾ അബട്ട്മെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് തറ്റത്തുള്ള പയറിനാണ് അബട്ട്മെൻറ്റ് പറയാം.
എൻഡ് സപ്പോർട്ട്സ് ഓഫ് ദി സൂപ്പർ സ്ട്രക്ചറാണ്. സൂപ്പർ സ്ട്രക്ചറിൻ്റെ എൻഡ് സപ്പോർട്ടാണ് എന്ത്? അബട്ട്മെൻറ്റ്. ഓക്കെ, എൻഡ് സപ്പോർട്ടാണ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ എൻഡ് സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ്. ഇറ്റ് റീറ്റെയിൻ ദി എർത്ത് ഓഫ് ദി ബാങ്ക്സ് ഓൺ ദെയർ ബാക്ക് ആൻഡ് പ്രൊട്ടക്ട്സ് ഇറ്റ് ഫ്രം ഫാളിങ്. അല്ലേ, ഇതിൻ്റെ ഇപ്പുറത്ത് ഇറ്റ് റീറ്റെയിൻ ദി എർത്ത് ഓഫ് ദി ബാങ്ക്, ഇതിൻ്റെ ഇപ്പുറത്ത് മണ്ണുണ്ടാവും. ഇവിടെ ഇങ്ങനെ മണ്ണുണ്ടാവും. മണ്ണ് ഇത് തീരാണല്ലോ, ഇവിടെ നിന്ന് തുടങ്ങാം ബ്രിഡ്ജ് അല്ലേ. അവിടെ മണ്ണുണ്ടാവും. അത് സപ്പോർട്ട് ചെയ്യുന്ന ഈ അബട്ട്മെൻറ്റാണ്, പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഫാളിങ്. അത് വീഴാണ്ട് നോക്കുന്ന അബട്ട്മെൻറ്റാണ്. അത് മണ്ണുണ്ടാവും, ചെളി കളർന്ന മണ്ണായിരിക്കും. അത് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അബട്ട്മെൻറ്റ്. കണ്ടോ, ഇതാണ് നമ്മൾ റിവർ. റിവർ കണ്ടോ, ഇങ്ങനെയായിരിക്കും റിവർ ഉണ്ടാവും. ഈ കാണുന്ന ഈ സംഭവം. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണുണ്ടാവും. ഇവിടെ ഇങ്ങനെ റിവർ ഒഴുകി പോകും. ഇതൊക്കെ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ. കണ്ടോ, ഇത് ഫൗണ്ടേഷനാണ്. ഇതൊക്കെ ഫൗണ്ടേഷനാണ്. ഇവിടെ ഉണ്ട്, ഇതാണ് റിവർ. ഇവിടെ മണ്ണുണ്ടാവും. ആ മണ്ണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ അബട്ട്മെൻറ്റാണ് എന്നാണ് പറയുന്നത്. ഇനി വിങ് വാള്. വിങ് വാൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ് വിങ് വാള്. വിങ് വാള് സംടൈംസ് വാൾസ് ആർ കൺസ്ട്രക്ട് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി അബട്ട്മെൻറ്റ്. രണ്ട് സൈഡിലും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും ചില സമയത്ത്. ഇറ്റ് ആൾസോ റീറ്റെയിൻ ദി എർത്ത് ബാങ്ക്സ് ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ആക്ഷൻ ഓഫ് വാട്ടർ. അത് ഈ എർത്ത് ബാങ്ക്സിൻ്റെ ഈ തീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ വെള്ളത്തിൻ്റെ ആക്ഷനിൽ, അല്ലേ. അതുപോലെ ഇറ്റ് ട്രാൻസ്ഫർ ദി ഇറ്റ് ആൾസോ റീറ്റെയിൻ ദി എർത്തിനെ റീറ്റെയിൻ ചെയ്യും. കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഹാച്ച് ചെയ്ത് വെച്ച പോർഷൻ കണ്ടില്ല, അത് മണ്ണാണ്, സോയിലാണ്. അതിനെ റീറ്റെയിൻ ചെയ്യും. ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ആക്ഷൻ ഓഫ് വാട്ടർ. ആ മണ്ണ് ഒഴുകി പോകാണ്ടിരിക്കാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് വിങ് വാൾ ചെയ്യുന്ന ഫങ്ഷൻ. ഇനി അടുത്തത് പയർസ് ആണ്. പയർ ഇതാണ് പയർ. ഇതാണ് പയർസ്. പയർസ് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. അത് അബട്ട്മെൻറ്റ് കൂടാണ്ട് അതിൻ്റെ ഇടയിൽ വരുന്ന സപ്പോർട്ട്സാണ് പയർസ് എന്ന് പറയുന്നത്. ദി സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ട്രാൻസ്ഫർ ദി ലോഡ് ഫ്രം ദി സൂപ്പർ സ്ട്രക്ചർ ടു ദി സബ്സോയിൽ ത്രൂ ദി ഫൗണ്ടേഷൻസ്. അത് മണ്ണിലേക്ക് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. സൂപ്പർ സ്ട്രക്ചറിലുള്ള ഇതിൻ്റെ ലോഡ്, വണ്ടിയൊക്കെ പോകുമ്പോഴുള്ള ലോഡ് ഗ്രൗണ്ടിലേക്ക്, സബ്സ്ട്രക്ചറിലേക്ക്, സബ്സോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എന്ത് നമ്മുടെ പയറാണ്. ത്രൂ ദി ഫൗണ്ടേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. ഫൗണ്ടേഷൻ ഇറ്റ് ക്യാരി സേഫ്ലി ദ ലോഡ് ഫ്രം ദി സ്ട്രക്ചേഴ്സ്. അതാണ് സ്ട്രക്ചേഴ്സിൽ നിന്നുള്ള ലോഡ് ക്യാരി ചെയ്യുന്നത്. ഇറ്റ് ക്യാരി സേഫ്ലി ദ ലോഡ് ഫ്രം ദി സ്ട്രക്ചേഴ്സ്. It carry safely the load from the structures and distribute it so as not to cause failure. അതാണ് ലോഡിനെ സേഫായിട്ട് ക്യാരി ചെയ്യുന്നത് ഫ്രം ദി സ്ട്രക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് സോ ആസ് നോട്ട് ടു കോസ് ഫെയിലിയർ സംഭവിക്കാണ്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഫൗണ്ടേഷനാണ്. സിങ്കിങ് ഓഫ് ദി സോയിൽ ഓൺ വിച്ച് ദേ റെസ്റ്റ്. അതിനെ താഴ്ന്നു പോകാണ്ട് സൂക്ഷിക്കുന്നത് ഈ ഫൗണ്ടേഷനാണ്. അല്ലേ, ഫൗണ്ടേഷനിലാണ് താഴ്ന്നു പോകാണ്ടിരിക്കുന്നത്. അതുപോലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ഫൗണ്ടേഷനാണ്. അല്ലേ, ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സൂപ്പർ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു വലിയൊരു ഈ സംഭവമൊക്കെ പോവുകയാണെങ്കിൽ, ഈ കണ്ടെയ്നറൊക്കെ പോവുകയാണെങ്കിൽ ലോഡൊക്കെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഫൗണ്ടേഷനിലൂടെയാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്. താഴ്ന്നു പോകാണ്ട് സൂക്ഷിക്കുന്നത് ഫൗണ്ടേഷനാണ്. ഇനി വരുന്ന അപ്രോച്ചസ് ആണ്. ഈ കാണുന്ന ഈ അപ്രോച്ച് റോഡ് ഉണ്ടാവില്ല, അപ്രോച്ചസ് ആർ സം ലെങ്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ദി എൻഡ്സ് ഓഫ് ദി ബ്രിഡ്ജ്. ഇത് എൻഡ്സും ഇവിടെയുള്ള മണ്ണും അല്ലെങ്കിൽ ബ്രിഡ്ജ് ഇല്ലാണ്ട സ്ഥലത്തുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് പോയിൻറ്റ്സ് ടു ബി കൺസിഡേർഡ് ബൈ ഫിക്സിങ് ദ സൈറ്റ് ഫോർ എ ബ്രിഡ്ജ്. നമ്മൾ ഒരു സൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ വൈൽ ഫിക്സിങ് ദ സൈറ്റ് ബ്രിഡ്ജിന് വേണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ കണക്കാക്കേണ്ട പോയിൻറ്റ്സ് ആണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് ദി ബ്രിഡ്ജ് ഷുഡ് ബി മിനിമം പോസിബിൾ. മിനിമം സ്പാനുള്ള സ്ഥലത്താണ് നമുക്ക് ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യാൻ ഈസി. അതുകൊണ്ട് അത് നോക്കണം. സോ ദി സൈറ്റ് ഷുഡ് ബി സെലക്റ്റഡ് അറ്റ് എ പ്ലേസ് വെയർ ദി വിഡ്ത്ത് ഓഫ് ദി റോഡ് ഈസ് മിനിമം.
ഇപ്പോൾ നദിയുടെ വീതി കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ലാഭം. അതുകൊണ്ട് അവിടെ സെലക്ട് ചെയ്യണം, മിനിമം വിഡ്ത്ത് സെലക്ട് ചെയ്യണം. ഇറ്റ് ഡിപ്പെൻഡ്സ് കോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ. കാരണം അത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. സ്പാൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റും കാര്യങ്ങളും വർക്കൊക്കെ കൂടും. അതുകൊണ്ട് അതിൻ്റെ ഇത് കുറക്കാനും വേണ്ടി, ചിലവ് കുറക്കാനും വേണ്ടി അതിൻ്റെ നദീൻ്റെ വിഡ്ത്ത് കുറഞ്ഞ സ്ഥലത്ത് വേണം നമ്മുടെ ബ്രിഡ്ജിൻ്റെ സൈറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ. ഗുഡ് ഫൗണ്ടേഷൻ, നല്ല ഫൗണ്ടേഷൻ വേണം. അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ അറ്റ് റീസണബിൾ ഡെപ്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കൺസിഡറേഷൻ. നല്ല, അതായത് അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ അറ്റ് റീസണബിൾ ഡെപ്ത് ഈസ് ഗ്രേറ്റസ്റ്റ് കൺസിഡറേഷൻ. നല്ല സൂപ്പർ ഫൗണ്ടേഷൻ വേണം, അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള സോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. സോയിലിൻ്റെ ടൈപ്പ് ഏതാണ്. നെസസറി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ടു ബി ഡൺ ടു ഫൈൻഡ് ദി ടൈപ്പ് ഓഫ് സോയിൽ അവൈലബിൾ ആൻഡ് ടു ഡിസൈഡ് ദി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. ഈ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ സോയിൽ അവൈലബിൾ ആൻഡ് ടു ഡിസൈഡ് ദി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യാനും വേണ്ടി നമ്മൾ സോയിലിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവിടെ എത്ര ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ്. ഇത് നമ്മളെ GT ലാബിലൊക്കെ നടത്തുന്ന പോലുള്ള ഒരു ടെസ്റ്റൊക്കെ നടത്തണം. അങ്ങനെയാണ് ഫൗണ്ടേഷൻ ഏതാണ്, എവിടെ ഫൗണ്ടേഷൻ നന്നാവുക എന്നൊക്കെ സെലക്ട് ചെയ്യുന്നത്. സ്ക്വയർ അലൈൻമെൻറ്റ് ആയിരിക്കണം. ക്രോസിംഗ് ഷുഡ് ബി സ്ക്വയർ ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾസ് ടു ദി റിവർ ഫ്ലോ ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കണം. ഫ്ലോന് ഒരു ആംഗിൾ കൊടുത്തിട്ടായിരുന്നു, കാരണം 90 ഡിഗ്രി ആയിരിക്കണം. കറക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അതായത് ഇപ്പോൾ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 90 ഡിഗ്രി ഇങ്ങനെ ക്രോസിങ്ങിൽ വേണം നമ്മളെ ബ്രിഡ്ജ് വരാൻ. ഇങ്ങനെ റിവർ ഫ്ലോ ചെയ്യാണ്, അല്ലാണ്ട് ആംഗിൾ ഉണ്ടാകാൻ പാടില്ല. കറക്റ്റ് 90 ഡിഗ്രി ആണ് പ്രിഫർ ചെയ്യുന്നത്. സ്ക്യൂ ക്രോസിങ് ഷുഡ് ബി അവോയ്ഡ് ആസ് പോസിബിൾ. അങ്ങനെ ചെരിഞ്ഞുള്ള ആംഗിളുള്ള ക്രോസിങ് അവോയ്ഡ് ചെയ്യണം ആസ് ഫാർ ആസ് പോസിബിൾ, അല്ലേ? അത് അവോയ്ഡ് ചെയ്യാണ്. 90 ഡിഗ്രിയാണ് നല്ലത്. ഇനി അടുത്തത് സ്ട്രൈറ്റ് റീച്ച് ആൻഡ് ഫേം ബാങ്ക്സ്. ദ ബ്രിഡ്ജ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ സ്ട്രൈറ്റ് റീച്ചിലായിരിക്കണം, നേരെ വരുന്ന ഭാഗത്തായിരിക്കണം ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യേണ്ടി. ഇറ്റ് ഷുഡ് ഹാവ് വെൽ ഡിഫൈൻഡ് ബാങ്ക്സ്. നല്ല ഉറപ്പുള്ള തീരാണ് അറ്റ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. നല്ല അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും നല്ല ബാങ്ക്സ്, തീരം വേണം. അങ്ങനെയുള്ള സ്ഥലമാണ് പ്രിഫർ ചെയ്യുന്നത്. സ്ട്രൈറ്റ് അപ്രോച്ചസ് ആണ് അടുത്തത് വരുന്നത്. അതിന് മീൻ ചെയ്യുന്നത് സ്ട്രൈറ്റ് അപ്രോച്ചസ് ആർ നെസസറി അറ്റ്ലീസ്റ്റ് ഫോർ എ ലെങ്ത് ഓഫ് 50 meters ഓൺ എയ്തർ സൈഡ്. രണ്ട് സൈഡിലും 15 മീറ്ററെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അതായത് നമ്മൾ ഈ സൂപ്പർ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഒരു 15 മീറ്ററെങ്കിലും പുറത്തേക്ക് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം കർവ് ചെയ്ത് കയറി വരുമ്പോഴൊക്കെ അതിന് ഫോഴ്സിൽ ഡിഫറൻസ് ഉണ്ടാകും. നമ്മുടെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ അതിന് ഇതുണ്ടല്ലോ, നമ്മുടെ അബട്ട്മെൻറ്റിലൊക്കെ വരുന്ന ഫോഴ്സിന് ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അവൈലബിലിറ്റി ഓഫ് സഫീഷ്യൻറ്റ് ഫ്രീബോർഡ് ഇഫ് ദ റിവർ ഈസ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ പർപ്പസ്, അല്ലേ? നാവിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന റിവറാണ് ഇത്. ബ്രിഡ്ജ് ബി സച്ച് ദാറ്റ് സഫീഷ്യൻറ്റ് ഫ്രീ ബോർഡ് ഷുഡ് ബി അവൈലബിൾ ഫോർ ദി പാസേജ് ഓഫ് ബോട്ട് ഓർ ഷിപ്പ്. ആ ഷിപ്പ് അതിൻ്റെ താഴെക്കൂടെ പോകുമ്പോൾ തട്ടിപ്പ് വരുന്നത്, അതാണ് ഫ്രീ ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ ഷിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് തട്ടിപ്പോരുത്. ഓക്കെ. ഇനി അടുത്തത് 7th വൺ വാട്ടർവേ ആണ്. There should be minimum obstruction to natural water ways at the site of bridge. വാട്ടർ ഫ്ലോ, നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി വിചാരിച്ചിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അത് കൂടുതൽ ഫോഴ്സ് വരും, അല്ലെങ്കിൽ നദീൻ്റെ
സ്വാഭാവികമായ ഒഴുക്കിന് അത് നമ്മൾ ബ്രിഡ്ജ് തടസ്സപ്പെടാൻ കാരണം അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും വെള്ളപ്പൊക്കം ഉണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും. There should be minimum obstruction to natural waterways at the site of bridge. നദീൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് നമ്മൾ ബ്രിഡ്ജ് കാരണം അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ remaining points we will discuss in the next presentation. All the best. Thank you and stay safe.